ബാക്ക് ടു ബേസിക്സ്. നമ്മൾ കുറച്ചുകൂടി ഇനി ബേസിക്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഇറ്റ് മീൻസ് നമ്മളവിടെ എൻ മാപ്പ് ചെയ്ത സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു, അവിടെ 445 റണ്ണിങ് ആയിരുന്നു, 139 റണ്ണിങ് ആയിരുന്നു. ഇറ്റ് മീൻസ് അവിടെ ഒരു SMB സർവീസ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ SMB സർവീസിനെ എനുമറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് SMB ക്ലൈന്റ് അല്ലെങ്കിൽ SMB മാപ്പ് എന്ന്. ഓക്കെ, SMB ക്ലൈന്റ് അല്ലെങ്കിൽ SMB മാപ്പ്, ഇത് രണ്ടും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? SMB എനുമറേഷന് വേണ്ടിയിട്ട്, നെറ്റ് ബയോസ് എനുമറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഡിഫോൾട്ട് പോർട്ടുകൾ 139 അല്ലെങ്കിൽ 445 ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ടാർഗറ്റിൽ ഒരു SMB ഉണ്ട്. നമ്മൾ എൻ മാപ്പ് ചെയ്തപ്പോഴേ നമുക്ക് മനസ്സിലായതാണ് ടാർഗറ്റിൽ ഒരു 445 പോർട്ട് എനബിൾ ആണ്. സോ അവിടെ ഒരു SMB ഉണ്ട്. സോ അതിനെ ഒന്ന് എനുമറേറ്റ് ചെയ്യണം. ദെൻ നമുക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം ലിസ്റ്റ് ചെയ്യാം. ടാർഗറ്റിൽ എന്തൊക്കെ ഷെയർസുകൾ ഉണ്ട് എന്ന് നോക്കണം. ഡയറക്റ്റ് ടാർഗറ്റിലെ ഷെയറുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നില്ല, അതിലേക്കുള്ള ആക്സസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി എന്താക്കി കൊടുക്കുന്നു, -u എന്ന് പറഞ്ഞിട്ട് ക്ലൈന്റ് തന്നെ അതിന്റെ ഹെൽപ്പിൽ നോക്കാം, അതിലുണ്ടാകും നമുക്കിവിടെ -u യൂസർ എന്താണെന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ -u എന്ന് പറഞ്ഞിട്ട് SVC, ഇവിടെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, പാസ്വേഡ് ഉണ്ട്. സോ പാസ്വേഡ് ഇവിടെ നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, നമ്മൾ SVC അഡ്മിൻ ആയിട്ട് ഡയറക്റ്റ് നമ്മൾ അതിനകത്തുള്ള ഷെയറുകൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത സമയത്ത് SMB ക്ലൈന്റിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക, ടാർഗറ്റിലുള്ള ഷെയറുകൾ എന്തൊക്കെയാണ്, അവർ എന്തെങ്കിലും ഡിവൈസുകൾ വല്ലതും ഷെയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സർവറുകളോ മെമ്മറി പാർട്ടോ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ നേരിട്ട് കൊടുത്ത സമയത്ത് നമുക്കത് കിട്ടിയില്ല. ദെൻ SVC അഡ്മിൻ ആയിട്ട് നമ്മൾ ലോഗിൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആക്സസ് ചെയ്ത സമയത്ത് നമുക്ക് അവിടുന്ന് മനസ്സിലായി അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ ഷെയറുകൾ ഉണ്ട് എന്നുള്ളതും അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യവും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഈ കാണുന്നതെല്ലാം ഡീഫാൾട്ട് ആയിട്ട് ഉള്ളതാണ്. ഓൾറെഡി ഈ കാണുന്നതൊക്കെ എന്താണ്, അഡ്മിൻസ്, ഈ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിലെ അഡ്മിൻസിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്ക് ആണിത്. നമുക്കറിയാം SVC അഡ്മിൻ പേരിലാണ് SVC അഡ്മിൻ, അതല്ല ഈ പറയുന്ന പോലെ അഡ്മിൻ ആക്സസ് ഉള്ള ആളല്ല. ദെൻ പിന്നെ ഉള്ളത് അവിടെ C എന്നുള്ളതാണ്. C എന്നുള്ളത് നമ്മളുടെ വിൻഡോസിന്റെ C ഡ്രൈവ് ആണ്, അതും അഡ്മിനിസ്ട്രേറ്റർക്ക് ആക്സസ് ഉള്ളതാണ്. ദെൻ IPC ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻസ്, അത് സർവീസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, അത് യൂസറിന് ആക്സസിബിൾ അല്ല. ദെൻ പിന്നെ കാണുന്നതാണ് നെറ്റ് ലോഗോൺ. നെറ്റ് ലോഗോൺ എന്താണ്, ഇതേപോലെ സർവറിന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഷെയർ ആണ്. ദെൻ നമ്മളുടെ ആക്റ്റീവ് ഡയറക്ടറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ദെൻ സിസ്വോൾ, നമ്മൾ ഗ്രൂപ്പ് പോളിസി റൂൾസുകളൊക്കെ എഴുതി വെക്കുന്ന ഡിസ്ക് ആണ് ഈ സിസ്വോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു നോർമൽ യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏത് മാത്രമാണ്, ഈ ബാക്കപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്ക് ആണ്, അല്ലെങ്കിൽ ഈ ഒരു മെമ്മറി പാർട്ടാണ് ആർക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത്, SVC അഡ്മിന് ആക്സസിബിൾ ആയിട്ടുള്ളത്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇതിൽ ഓരോന്നിലേക്കും ലോഗിൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഓരോന്നിലേക്കും ആക്സസ് ചെയ്ത് നോക്കണം. സോ അതൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിൽ ആകെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏതായിരിക്കും, ബാക്കപ്പ് എന്നുള്ളത് മാത്രമായിരിക്കും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ബാക്കപ്പിലേക്ക് ലോഗിൻ ചെയ്യാൻ നോക്കുന്നു. സോ ഇവിടെ എന്ത് കൊടുത്താൽ മതി, ബാക്കപ്പ്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കൊടുത്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആ ഒരു ഡിസ്കിലേക്ക് ആക്സസ് എടുക്കണം. അപ്പൊ ഇതേപോലെ തന്നെയാണ് ലിസ്റ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ -L എന്നുള്ള ഭാഗം ഞാൻ റിമൂവ് ചെയ്യുന്നു, കൂടെ ഒരു 2 സ്ലാഷും. നമ്മൾ എന്ത് ചെയ്തു, അവരുടെ ഡിസ്കിന്റെ ബാക്കപ്പിന്റെ ഷെല്ലിലേക്ക് നമ്മൾ എത്തി. SMB ക്ലൈന്റ്, ദെൻ // എങ്ങോട്ട് ഇട്ട് കൊടുക്കുക, IP അഡ്രസ്. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ബാക്കപ്പ് എന്ന് പറയുന്ന പാത്തിലേക്കാണ്. ആരായിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്, SVC അഡ്മിനും. SVC അഡ്മിന്റെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കൊടുത്തു. അവരുടെ SMB ഷെല്ലിലേക്ക് നമ്മൾ ആക്സസ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ നോർമൽ കമാൻഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കപ്പ് ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ട്. സോ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് get backup credentials.txt എന്ന് കൊടുത്തു.
ആ ഫയൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തു. ദെൻ ഇതിനകത്ത് ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചു. സോ ആ ഫയൽ എന്തുണ്ട്, നമ്മൾ ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കപ്പ് credentials.txt. ഓക്കെ, സോ അതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. അതിനകത്ത് ഒരു എൻകോഡ് ചെയ്തിട്ടുള്ള ഒരു ഫയൽ ഉണ്ട്. സോ ഇനി ഒന്ന് base64 വെച്ചിട്ട് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. 64 വെച്ച് അത് ഡീകോഡ് ചെയ്ത സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റി ബാക്കപ്പ് അറ്റ് spookysock.local എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കപ്പ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. 2 ആക്റ്റീവ് യൂസേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, ഒന്ന് SVC അഡ്മിനും മറ്റൊന്ന് ബാക്കപ്പും. സോ ഇവിടെ എന്ത് ചെയ്യുന്നോ, നമുക്ക് ബാക്കപ്പ് എന്ന് പറയുന്ന യൂസറിന്റെ യൂസർ നെയിം കണ്ടു. അതിനുശേഷം ഈ കാണുന്നത് സ്വാഭാവികമായിട്ട് എന്താണ്, അതിന്റെ പാസ്വേഡ് ആണ്. അപ്പൊ നമുക്കിവിടെ ബാക്കപ്പ് എന്ന് പറയുന്ന യൂസറിന്റെ യൂസർ നെയിമും നമുക്ക് കിട്ടി, ദെൻ നമുക്ക് പാസ്വേഡും നമുക്ക് കിട്ടി. സോ അതാണ് ഇവിടെ TryHackMeയിൽ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻസ്. നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്തത് എന്നും ദെൻ നമ്മൾ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത് ചോദ്യമുണ്ട്. ദെൻ അവിടെ എത്ര ഷെയറുകൾ ഉണ്ടായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ എത്ര എണ്ണം ഉണ്ടായിരുന്നു, 6 ഷെയറുകൾ ടോട്ടൽ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, 6 ഷെയറുകൾ അവിടെ ഉണ്ടായിരുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, യൂസറായിട്ട് ലോഗിൻ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഷെയർ അതിൽ ഏതാണ്, ബാക്കപ്പ് എന്നുള്ളതാണ്. ദെൻ നമ്മൾ യൂസറായിട്ട് ലോഗിൻ ചെയ്ത സമയത്ത് നമുക്ക് അവിടെ നിന്നൊരു എൻക്രിപ്റ്റഡ് അല്ലെങ്കിൽ സൈഫർ ടെക്സ്റ്റ് കിട്ടി. സോ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ദെൻ അത് നമ്മൾ ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയത് എന്താണെന്നുള്ള കാര്യം ഇവിടെ കൊടുത്തു. ഓക്കെ, അങ്ങനെ നമുക്ക് എന്തായി, ബാക്കപ്പ് എന്ന് പറയുന്ന യൂസറിന്റെ ക്രെഡൻഷ്യൽസ് കൂടിയും ഇപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ബാക്കപ്പ് എന്ന് പറയുന്ന യൂസറായിട്ട് നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് വീണ്ടും ആക്സസ് എടുക്കുന്നു. ഇവിടെ SVC അഡ്മിനേക്കാൾ കുറച്ചും കൂടി പെർമിഷൻസും പ്രിവിലേജും ഉള്ള ആളാണ് ഈ ബാക്കപ്പ് എന്ന് പറയുന്ന യൂസർ. ഈ ബാക്കപ്പ് യൂസറാണ് ആ ഒരു ആക്റ്റീവ് ഡയറക്ടറിയിലെ മറ്റ് യൂസേഴ്സിന്റെ ബാക്കപ്പുകളെല്ലാം എടുത്തു വെക്കുന്നത്, ബാക്കപ്പ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു യൂസറായിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് IM പാക്കറ്റിലെ മറ്റൊരു ഫയൽ പൈത്തൺ ഫയലാണ് അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാമാണ് secretdump.py എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ബാക്കപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള യൂസേഴ്സിന്റെ ഡാറ്റാസുകൾ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ അതിൽ എന്തുണ്ടാകും, മറ്റു യൂസേഴ്സിന്റെ സീക്രട്ട് ഫയലുകൾ ഉണ്ടാവും. സോ അതെന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ബാക്കപ്പ് എന്ന് പറയുന്ന യൂസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂസർ ആ ഒരു യൂസർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ അല്ലെങ്കിൽ അതേ യൂസറിന്റെയോ സീക്രട്ട് ഫയലുകൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൈത്തൺ പ്രോഗ്രാമാണ് secretdump.py എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു, ഈ secretdump.py യൂസ് ചെയ്തിട്ട് ബാക്കപ്പ് എന്ന് പറയുന്ന യൂസർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാ പാസ്വേഡുകളും ഹാഷസുകളും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അതൊരിക്കലും മറ്റ് യൂസേഴ്സിന്റെ മാത്രമായിരിക്കില്ല, ബാക്കപ്പിന്റെ എന്തെങ്കിലും ഫയൽ ഹാഷസുകളോ പാസ്വേഡുകളോ സൂക്ഷിച്ചു വെച്ചിരുന്നു എങ്കിൽ പോലും എന്ത് ചെയ്യും, അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എന്നാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ മറ്റ് യൂസേഴ്സിന്റെ ഹാഷസുകൾ നമുക്കിവിടെ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതെങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് IM പാക്കറ്റിന്റെ secretdump.py ആണ്. സോ IM പാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൊമൈൻ നെയിം കൊടുക്കുന്നു, local. ദെൻ ഡൊമൈൻ നെയിമിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏതാണോ യൂസർ ബാക്കപ്പിന്റെ പാസ്വേഡ് ഓക്കെ. സോ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, ബാക്കപ്പ് എന്ന് പറയുന്ന യൂസറായി ആക്സസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള മറ്റ് യൂസേഴ്സിന്റെ പാസ്വേഡ്സുകൾ എന്തെങ്കിലും സീക്രട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡംപ് ചെയ്യാൻ പറയുന്നതാണ്. സോ അത് ലോഡായിട്ട് വരുന്നുണ്ട്. ദെൻ secretdump എന്ന് പറയുന്ന ഈ ടൂള് എവിടെ നിന്നാണ് ഈ ഹാഷസുകളൊക്കെ എടുക്കുന്നത്, ഏത് മെത്തേഡ് വഴിയാണ് ഇത് എടുക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിവിടെ കൊടുത്തിട്ടുണ്ട്, DRS UAPI. ഓക്കെ, സോ ഈ ഒരു മെത്തേഡ് വഴിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫയൽ എടുക്കുന്നത്. ഇതിനകത്താണ് ntds.dit എന്ന് പറയുന്ന ഫയലിനകത്താണ് നമ്മൾ വിൻഡോസിൽ അല്ലെങ്കിൽ ആക്റ്റീവ് ഡയറക്ടറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഫയലുകളൊക്കെ നമുക്ക് ഹാഷുകളൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്.
സോ ഈ ഫയലിനകത്ത് സൂക്ഷിച്ചു വെച്ച ഹാഷുകളാണ്, പാസ്വേഡുകളാണ് നമ്മൾ ഡംപ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്ത മെത്തേഡാണ് DRS UAPI എന്ന് പറയുന്നത്. സോ അതുവഴി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്ററിൻ്റെയും മറ്റ് യൂസേഴ്സിൻ്റെയും ഒക്കെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലൈൻ നോക്കി നോക്കെ, ഇവിടെ കാണുന്നുണ്ട് ഈ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ യൂസർ നെയിം, ദെൻ അതിനുശേഷം പാസ്വേഡ്. നമുക്കറിയാം യൂസർ നെയിം എന്താണ്? അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അഡ്മിനിസ്ട്രേറ്ററിൻ്റെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പാസ്വേഡ് എന്താണ്? നമുക്കിവിടെ ഹാഷ് രൂപത്തിലാണ് കിട്ടിയത്, ഡയറക്റ്റ് പാസ്വേഡ് അല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യണം. സോ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസിൽ പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ടൂൾ ആയിട്ടുള്ള എവിൾ വിൻഡ്രം എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എവിൾ വിൻഡ്രം വിൻഡോസ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ടൂളാണ്. സോ നമ്മൾ ഓൾറെഡി എക്സ്പ്ലോയിറ്റേഷൻ നടത്തി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പിന്റെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് എടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ SVC അഡ്മിന്റെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് എടുക്കാം. കാരണം അവരുടെയൊക്കെ പാസ്വേഡ് നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേ പാസ്വേഡുകൾ യൂസ് ചെയ്തിട്ട് അവരുടെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് എടുക്കാം. പക്ഷെ നമുക്ക് വെറുതെ ചെറിയ ചെറിയ യൂസേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ലോഗിനിലേക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ കുറക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഓരോ യൂസറിന്റെയും ഫ്ലാഗുകൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാനുണ്ട്? ഓരോ യൂസറിന്റെയും ഫ്ലാഗുകൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ SVC അഡ്മിന്റെ ഫ്ലാഗ്, ബാക്കപ്പിന്റെ ഫ്ലാഗ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫ്ലാഗ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ യൂസറിലും ലോഗിൻ ചെയ്തിട്ട് അവരുടെ ഫ്ലാഗ് കണ്ടുപിടിച്ച് അത് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ദെൻ അടുത്ത യൂസറിലേക്ക് ലോഗിൻ ചെയ്യണം, ഫ്ലാഗ് കണ്ടുപിടിക്കണം, സബ്മിറ്റ് ചെയ്യണം. ദെൻ അഡ്മിനിസ്ട്രേറ്ററിലേക്ക് കയറണം. അങ്ങനെ 3 കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കയറുന്നതിന് പകരം നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിനിസ്ട്രേറ്ററിന് ഈ 3 ഫയലുകളും ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ഫയലും നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ടാസ്ക് 7ൽ പോവാം. ദെൻ ഇവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത് ഈ ഒരു ഫയൽ ആക്സസ് ചെയ്യാൻ എന്നവിടെ ചോദിച്ചു. നമ്മൾ ആ മെത്തേഡ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ അഡ്മിനിസ്ട്രേറ്ററിന്റെ NTLM ഹാഷ് എന്താണ്? നമ്മളത് ഇവിടുന്ന് ഡിസ്കസ് ചെയ്തു. 2 സെക്ഷനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ സെക്കൻഡ് സെക്ഷൻ ഇതാണ് എന്ത്? പാസ്വേഡ് ഹാഷ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. സോ അതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻസർ. ദെൻ ഇനി ഒരു മെത്തേഡാണ് നമുക്ക് പറയാനുള്ളത്. ആക്റ്റീവ് ഡയറക്ടറിയിൽ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ പാസ്വേഡ് ക്രാക്കിങ്ങിലൊക്കെ ഉള്ള ഒരു മെത്തേഡാണ് പാസ് ദി ഹാഷ് മെത്തേഡ്. ഓക്കെ, ഈ പാസ് ദി ഹാഷ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ പോലും അത് സർവറിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ പ്ലെയിൻ പാസ്വേഡ് ആയിരിക്കില്ല, നമ്മളുടെ പാസ്വേഡിന്റെ ഹാഷ് വെച്ചിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ ഓതന്റിക്കേഷൻ എടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റ് പാസ്വേഡ് വെച്ചിട്ടല്ല. നമ്മൾ കൊടുക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റ് പാസ്വേഡിനെ ഹാഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഹാഷ് ആണ് സർവറിൽ പോയിട്ട് എന്ത് ചെക്ക് ചെയ്യുന്നത്? പാസ്വേഡ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഈവൻ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്തും വൈഫൈയിൽ നമ്മൾ മൊബൈലിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് അല്ല റൗട്ടറിലേക്ക് പോകുന്നത്, ആ പാസ്വേഡിന്റെ ഹാഷ് ആണ് റൗട്ടറിലേക്ക് പോകുന്നത്. സോ ഇവിടെയും അതേ മെത്തേഡ് തന്നെയാണ് വിൻഡോസ് ഓതന്റിക്കേഷൻ നടക്കുന്നത്. നമ്മൾ ഒറിജിനൽ പാസ്വേഡ് കൊടുത്താലും വിൻഡോസ് അതിനെ ഹാഷിലേക്ക് മാറ്റിയിട്ട് ആ ഹാഷ് വെച്ചിട്ടാണ് ഓതന്റിക്കേഷൻ എടുക്കുന്നത്. സോ നമുക്ക് ആ ഹാഷ് ഡയറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഹാഷ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓതന്റിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, നമുക്ക് ആ പ്ലെയിൻ ടെക്സ്റ്റ് പാസ്വേഡിന്റെ ആവശ്യമില്ല, ഹാഷ് വെച്ചിട്ട് തന്നെ നമുക്ക് ഓതന്റിക്കേഷൻ പോസിബിൾ ആണ്. സോ ഇവിടെയും നമ്മൾ അതാ ചെയ്യുന്നത്. പ്ലെയിൻ ടെക്സ്റ്റ് പാസ്വേഡ് നമ്മൾ ഇനി ക്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് പാസ്വേഡ് കണ്ടുപിടിക്കാനോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ഓൾറെഡി അവിടെയുള്ള ഹാഷ് കിട്ടി. സോ ഈ ഹാഷ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യുന്നത്. ആരായിട്ട്? അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട്. സോ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ് ദി ഹാഷ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എവിൾ വിൻഡ്രം എന്ന് പറയുന്ന പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ടൂൾ യൂസ് ചെയ്യുന്നു. ദെൻ അവിടെ പാസ്വേഡ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഹാഷ് കൊടുത്തിട്ട് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ലോഗിൻ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? എവിൾ വിൻഡ്രം എന്ന് കൊടുക്കുക. നമ്മൾ IP കൊടുക്കാൻ എവിൾ വിൻഡ്രം -i സെർച്ച് വെച്ച് ഓതന്റിക്കേഷൻ എടുക്കുന്ന പോലെ തന്നെ ദെൻ -u എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസർ നെയിം മെൻഷൻ ചെയ്യും, അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, -u അഡ്മിനിസ്ട്രേറ്റർ. നമുക്കിവിടെ എന്താണ്? ഹാഷ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ -h എന്ന് കൊടുത്തിട്ട്
നമ്മൾ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഹാഷ് മാത്രം എടുക്കും, ഒരു ഭാഗം മാത്രം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ കൊടുത്തു? എവിൽ വിൻഡ്രം, ദെൻ -a IP അഡ്രസ്, ദെൻ യു, യൂസർ നെയിമിന്റെ ക്യാപിറ്റൽ യു അല്ല സ്മോൾ ലെറ്റർ യു ആണ്. -i എന്ന് പറഞ്ഞിട്ട് ടാർഗറ്റ് IP, സ്മോൾ ലെറ്റർ യു യൂസ് ചെയ്തിട്ട് യൂസർ നെയിം, ദെൻ -H എന്ന് കൊടുത്തിട്ട് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഹാഷും നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അഡ്മിനിസ്ട്രേറ്ററിന്റെ കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്തു. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ മെഷീനിലേക്ക് ആക്സസ് ചെയ്യാം. അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ യൂസറിന്റെയും കയ്യിലുള്ള അവരുടെ പേഴ്സണൽ ഫോൾഡറിലുള്ള ഫ്ലാഗുകൾ കണ്ടുപിടിച്ച് സബ്മിറ്റ് ചെയ്യണം. സോ നമ്മൾ മെഷീനിലേക്ക് ഓതന്റിക്കേഷൻ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ 3 യൂസേഴ്സിന്റെയും ഫ്ലാഗുകൾ നമ്മൾ ആക്സസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ SVC അഡ്മിൻ നേരെ എന്ത് ചെയ്യാം? ഇവിടെ സിയിലെത്തി. ദെൻ അവിടെ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. യൂസേഴ്സിലെത്തി. ദെൻ LS, നമ്മളിപ്പോൾ വിൻഡോസ് കമാൻഡുകളാണ് യൂസ് ചെയ്യേണ്ടത്. സോ TIR, അവിടെ ആരുണ്ടാവും? SVC അഡ്മിൻ എന്ന് പറയുന്ന യൂസർ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു? അഡ്മിനിൽ കയറി. അവിടെയുണ്ട് user.txt കമാൻഡ് എല്ലാം ടൈപ്പ് കമാൻഡ് അല്ലെങ്കിൽ കാറ്റ് വർക്കിംഗ് ആണ്, ടൈപ്പും വർക്കിംഗ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? SVC അഡ്മിൻ്റെ പാസ്വേഡ് കണ്ടു. സോ ഇതേപോലെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? അടുത്ത യൂസറിലേക്ക് CD യൂസേഴ്സ്, അടുത്ത ആരാണ്? ബാക്കപ്പ് ആണ്. ബാക്കപ്പിൽ ടോപ്പ്, then അവിടെ നമ്മൾ DIR കൊടുക്കുന്നു. അവിടെ എന്തുണ്ട്? ഒരു ഫയൽ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് റീഡ് ചെയ്യുന്നു. നമുക്ക് ബാക്കപ്പിന്റെ ഭാഗം കിട്ടി. നമ്മളിനി നമ്മളുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഹോം ഡയറക്ടറിയിലേക്ക് സ്വിച്ച് ചെയ്തു. അഡ്മിനിസ്ട്രേറ്ററായി. അഡ്മിനിസ്ട്രേറ്ററിലും ഇതേപോലെ ഒരു ഫ്ലാഗ് ഉണ്ട്. root.txt ഫൈനൽ ഫ്ലാഗ്. സോ നമ്മൾ അതുകൂടി റീഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? 3 യൂസേഴ്സിന്റെയും ഫ്ലാഗുകൾ നമ്മൾ റീഡ് ചെയ്തു. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓരോ യൂസറിലേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓതന്റിക്കേഷൻ എടുക്കാമായിരുന്നു. SVC അഡ്മിനിലേക്കും ബാക്കപ്പിലേക്കും ഓതന്റിക്കേഷൻ എടുത്തിട്ട് അവരുടെ ഫ്ലാഗ് മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ അഡ്മിനിസ്ട്രേറ്റർ ആയപ്പോൾ നമുക്ക് അതിലുള്ള എല്ലാ യൂസേഴ്സിന്റെയും ഫ്ലാഗുകളോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഡയറക്ടറീസോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു മെഷീന് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇതുവരെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? കെർബ് റൂട്ട് യൂസ് ചെയ്തിട്ട് യൂസർ എനുമറേഷൻ നടത്തി ആക്റ്റീവ് യൂസേഴ്സ് ഏതൊക്കെയെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. പിന്നീട് നമ്മൾ IM പാക്കറ്റ് ഗെറ്റ് NP യൂസേഴ്സ് വഴി ഇതിൽ ആസ്റെപ്റ്റ് റോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് ഏത് യൂസർ ആണെന്നുള്ളൊരു കാര്യം കണ്ടുപിടിച്ചു. ദെൻ സീക്രട്ട് ഡംപ് .py അല്ലെങ്കിൽ IM പാക്കറ്റ് സീക്രട്ട് ഡംപ് യൂസ് ചെയ്തിട്ട് നമ്മൾ കറന്റ് കിട്ടിയ ഒരു യൂസറിന്റെ അണ്ടറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സീക്രട്ട് കീകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി. ദെൻ പാസ് ദി ഹാഷ് മെത്തേഡ് വഴി നമ്മൾ എവിൽ വിൻഡ്രമിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ലോഗിൻ ചെയ്തു.